പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇറ്റലിയിലേക്ക് കെയർടേക്കറായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈയിടെയായി ചില ആർട്ടിക്കിളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇറ്റലിയിലെ കെയർടേക്കർ ഷോർട്ടേജിനെ പറ്റി. ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇറ്റലിയിലെ വൃദ്ധന്മാരുടെ എണ്ണം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2025 ലക്ഷക്കണക്കിന് കെയർടേക്കേഴ്സിനെയാണ് ഇറ്റലിയിലേക്ക് ആവശ്യമായി വരുന്നത്. എങ്ങനെയാണ് ഗവൺമെന്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും കൃത്യമായി നമുക്കറിയില്ല. എന്നിരുന്നാലും 2025 ഫ്ലൂസി അടുത്ത് തന്നെ ഇറങ്ങുന്നുണ്ട്. അതിന്റെ കുറച്ച് വേക്കൻസികൾ എങ്ങനെ വന്നാലും നമുക്കുണ്ടാവും. അതുകൂടാതെ വളരെ ഫേമസ് ആയ ഹാഷ്ടാഗ് മെലോഡി ഒരുപാട് നാള് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻസിന് വേണ്ടി മാത്രം, യങ് ഇന്ത്യൻസിന് വേണ്ടി മാത്രമായി 30,000 ഒഴിവുകൾ സ്റ്റഡീസിനും വർക്ക്സിനും വേണ്ടി മാറ്റിവെച്ചിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടായില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വഴി തെളിവോ എന്ന് കണ്ടറിയണം. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മൈഗ്രൻസിൻ്റെത്. ഇറ്റാലിയൻ ഗവൺമെന്റ് മൈഗ്രൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസിനോട് സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കാത്തതിന്റെ ഒരു കാരണം ഇതാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സെൻസസ് അനുസരിച്ച് ലക്ഷക്കണക്കിന് കെയർ ടേക്കേഴ്സിനെയാണ് ഈ ഒരു വർഷത്തിനിടയിൽ ഇറ്റലിയിലേക്ക് ആവശ്യമായി വരുന്നത്. മൈഗ്രൻസിനെ വെച്ച് അവർ മാനേജ് ചെയ്യുമോ അതോ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ പുതിയ അപ്ഡേറ്റ്സിന് സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.